أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم، ولا تجسسوا ولا يغتب بعضكم بعضا. أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه، واتقوا الله إن الله تواب رحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം സംസാരിച്ചു വന്ന വിഷയം സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സൂറത്തിൽ സത്യവിശ്വാസികളായ വിജയം കൈവരിച്ച ജനങ്ങളുടെ സവിശേഷതകൾ, 7 പ്രത്യേകതകൾ അല്ലാഹു എണ്ണി പറഞ്ഞ പ്രത്യേകതകളിൽ നിന്ന് 3 വിഷയങ്ങളുടെ അല്പഭാഗങ്ങളാണ് നാം ഇതുവരെ സംസാരിച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ നിശ്ചയം വിജയം കൈവരിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്നവരാണ് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു. ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടും
മനസ്സുകൊണ്ടുമുള്ള ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന സത്യവിശ്വാസിയായ മുഅ്മിൻ അനാവശ്യമായ ചലനങ്ങളൊന്നും നിസ്കാരത്തിൽ കൊണ്ടുവരാതെ വളരെ അച്ചടക്കത്തോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കുന്ന സത്യവിശ്വാസിയായ മുഅ്മിൻ അതോടുകൂടി അല്ലാഹു ജല്ല ജലാലുഹു വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും ആണ് അവർ എന്ന് അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. അതാണ് ഇന്നലെ നാം പ്രധാനമായും സംസാരിച്ചത്. സാധാരണയായി അല്ലാഹു ജല്ല ജലാലുഹു വിജയികളായ ആളുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ഈമാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം പറയും. നിസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ സകാത്തിനെ സംബന്ധിച്ച് പറയും. الذين يؤمنون بالغيب ويقيمون الصلاة എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ എന്നിങ്ങനെ നിസ്കാരം പറഞ്ഞ ഉടനെ സാമ്പത്തിക രംഗത്ത് ക്ലിയറായി ജീവിക്കുകയും അല്ലാഹു കൽപ്പിച്ചതിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവർ എന്ന് പറയുന്ന സ്വഭാവം പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാം. അല്ലദീന യഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത് നിസ്കാരം നിർവഹിക്കുന്നവർ, മുറക്ക് നിർവഹിക്കുന്നവർ, സക്കാത്ത് നൽകുന്നവർ പരിശുദ്ധ ഖുർആന്റെ സാധാരണ ശൈലിയാണ്. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾ വിജയം കൈവരിച്ചു, അവർ നിസ്കാരം ഭക്തിപൂർവം നിസ്കരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഉടനെ സക്കാത്തിനെ സംബന്ധിച്ച് സാമ്പത്തികമായ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം പണ്ഡിതന്മാർ ഉണർത്തി, യഥാർത്ഥത്തിൽ ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ആളുകൾ അവർ അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കും. ഭക്തിയോടെ നിസ്കരിക്കുക എന്ന് പറയുന്നത് തന്നെ നിസ്കാരത്തിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മനുഷ്യന്മാരിൽ നിൽക്കലാണല്ലോ. ഉദാഹരണം പറഞ്ഞാൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ താഴ്ത്തിയിരുന്നൊരു വ്യക്തി കൈ താഴ്ത്തി അവിടെ വെക്കുകയാണ് വേണ്ടത്. പക്ഷേ പല ആളുകളുടെയും നിസ്കാരത്തിൽ നമ്മൾ കാണുന്നത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ ശേഷം ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടും. അവൻ അറിഞ്ഞോ അറിയാതെയോ കൈ ഇങ്ങനെ ആട്ടും. പലപ്പോഴും അതുകൊണ്ട് നിസ്കാരം ബാത്തിലായിപ്പോയി. എത്രയോ ആളുകളുടെ നിസ്കാരം അതുകൊണ്ട് ബാത്തിലാകുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ താഴ്ത്തിയാൽ അടക്കി അവിടെ വെച്ചേക്കണം, പിന്നെ അത് അനക്കാൻ പാടില്ല. നിസ്കാരം എന്ന് പറയുന്നത് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ വളരെ ഭക്തിപൂർവം അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ നിർത്തണം. അതിൽ ഖുനൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനയും ഉണ്ട്. അതും ഈ ആയത്തിന്റെ പരിധിയിൽ വരും എന്ന് മുഫസ്സിറുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവൻ അവൻ അനാവശ്യങ്ങളിൽ തിരിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവൻ. ഇന്നലെ നാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഹറാമും കറാഹത്തുമായ വിഷയങ്ങളും പലപ്പോഴും അനുവദനീയമാണെങ്കിലും ആവശ്യമില്ലാത്തതായി
കാണുന്ന വിഷയങ്ങളും കൈയൊഴിക്കണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നതെന്ന് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ പലരും ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. ഈ ആയത്തിൽ പറയപ്പെടുന്ന അനാവശ്യം നാവ് കൊണ്ടുള്ള അനാവശ്യങ്ങളാണ് എന്ന് പറഞ്ഞവർ ഉണ്ട്. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനാവശ്യം സംഭവിക്കുന്ന അവയവമാണ് മനുഷ്യന്റെ നാവ്. അതുകൊണ്ടാണ് അംസിക അലൈക ലിസാനക്, നിന്റെ നാവ് നീ ബന്ധാക്കി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. ഓ നബിയേ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരാണോ, നടപടി സ്വീകരിക്കപ്പെടുന്നവരാണോ? ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഏതൊരു മനുഷ്യനെയും ലാ യകുൻ നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഔ അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസനതിഹിം ഹൽ യകുബ്ബു നാസ, മനുഷ്യരെ മുഖം കുത്തി തള്ളിയിടുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിൽ മനുഷ്യനെ മുഖം കുത്തി തള്ളിയിടുന്നത്, മൂക്കുത്തി തള്ളിയിടുന്ന വിഷയം ഇല്ലാ ഹസാഇദു അൽസനതിഹിം, അവരുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങളാണ്, നാവ് കൊണ്ട് കൊയ്തിടുന്ന കഥകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവയവമാണ് മനുഷ്യന്റെ നാവ്. കളവ് പറയുക മോമിനായ മനുഷ്യന് ഒരിക്കലും ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഓ നബിയെ, മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുമോ? അവിടുന്ന് പറഞ്ഞു, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ഒരു വ്യഭിചാരം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടുന്നില്ല. നമുക്കറിയാമല്ലോ, മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചാരക്കുറ്റം ചെയ്തുപോയി. പക്ഷേ മനസ്സിന്റെ അടിത്തട്ടിൽ വളരെ ഖേദിച്ച് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി മഹാനവറുകളെ എറിഞ്ഞുകൊണ്ടിട്ടെങ്കിലും എന്റെ പാപം പൊറുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ് ആവശ്യപ്പെട്ടു. മുഅ്മിനാണ്, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചുപോയി. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ പലതും ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യൻ കദ്ദാബാകുമോ, ധാരാളം കളവ് പറയുന്നവനാകുമോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല. മുഅ്മിനായ മനുഷ്യൻ ധാരാളം കള്ളം പറയുന്നവനാവുക എന്നതുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ കടുത്ത മുനാഫിഖിന്റെ വളരെ സക്രിയമായ ലക്ഷണമാണ് കളവ് പറയുക എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെറിയ കുട്ടികളെ, വാ മോനെ നിനക്ക് ഇന്നത് തരാം എന്ന് പറഞ്ഞിട്ട് ചില ഉമ്മമാര് കുട്ടികളെ വിളിക്കാറുണ്ട്. അടുത്ത് നോക്കിയാൽ അതൊന്നും കൊടുക്കലുണ്ടാവില്ല. അതുപോലെ തന്നെ ചിലപ്പോ നിന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ കൂട്ടും, നിന്നെ കൊണ്ടുപോകും എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതും കളവിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. സ്ത്രീകളെ, നിങ്ങളെ ചെറിയ മക്കളോടും നിങ്ങൾ കളവ് പറയരുത്. ഇമാം ഗസാലി റളിയല്ലാഹു പ്രത്യേകം പറയുകയാണ്, ഒരിക്കലും കളവ് പറയരുത്, തമാശക്ക് പോലും കളവ് പറയരുത്. പറയുന്നത് സത്യം മാത്രമേ പറയാവൂ. സത്യം മനുഷ്യനെ നന്മയിലേക്കും നന്മ മനുഷ്യനെ സ്വർഗത്തിലേക്കും എത്തിക്കും. കളവ് മനുഷ്യനെ തിന്മയിലേക്കും തിന്മ മനുഷ്യനെ നരകത്തിലേക്കും എത്തിക്കും.
ഇതുപോലെ മറ്റൊരാളുടെ കുറ്റവും കുറവും പറയുക. ഒരാളെയും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം നാം പറയുന്നു. ഇഷ്ടപ്പെടാത്തത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അത് പറയുന്നത് ഉള്ളതാണെങ്കിലോ ഉള്ളത് പറയുന്നതിന് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് പറയുക എന്നാണ്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അദ്ദേഹത്തിൽ ഉള്ളത് തന്നെ അത് പറയാൻ നമ്മളെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. അത് പറയാൻ വേണ്ടി അല്ലാഹു നമുക്ക് നാവും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ മറ്റൊരുത്തൻ ഇഷ്ടപ്പെടാത്ത കാര്യം സംസാരിക്കുക എന്നതിൽ നിന്ന് പരിപൂർണമായും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നവൻ ആ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ അവന്റെ കാര്യം വളരെ അപകടകരമാണ്. അവിടുന്ന് പറഞ്ഞു, അൽ-ഗീബത്തു അശദ്ദു മിനസ്സിനാ. ഗീബത്ത് എന്ന തെറ്റ്, മറ്റൊരാളെ കുറ്റം പറയുക എന്നത്, ഒരാൾ ഇഷ്ടപ്പെടാത്തത് പറയുക എന്നത് അശദ്ദു മിനസ്സിനാ, അത് വ്യഭിചാരത്തെക്കാൾ ഗൗരവമുള്ളതാണ്. സ്വഹാബത്ത് ചോദിച്ചു, കൈഫൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ? വ്യഭിചാരക്കുറ്റം വലിയ കുറ്റമല്ലേ? അതേക്കാൾ ഒരു വിധത്തിൽ ഗൗരവമുണ്ട് ഗീബത്ത് എന്ന് പറയാനെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയസ്നി ഫയതൂബു ഫയതൂബുല്ലാഹു അലൈഹി. ഒരു മനുഷ്യൻ വ്യഭിചാരക്കുറ്റം ചെയ്ത് ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റിൽ അങ്ങേയറ്റം മനസ്സുകൊണ്ട് ഖേദിച്ച് പൊട്ടിക്കരഞ്ഞു ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചിന്തിക്കുകയില്ലെന്ന് ഉറപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് അവന് അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് വരാം. എന്നാൽ وَإِنَّ صَاحِبَ الْغِيبَةِ لَا يُغْفَرُ لَهُ حَتَّى يَغْفِرَهَا لَهُ صَاحِبُهُ. നമ്മൾ ആര് ഇഷ്ടപ്പെടാത്തതാണോ പറഞ്ഞിട്ടുള്ളത്, ആ മനുഷ്യൻ നമുക്ക് അത് പുറത്തു തരാത്ത കാലത്തോളം, നമ്മൾ ആരെയാണോ പറഞ്ഞത് ആ പറയപ്പെട്ടവൻ പുറത്തു തരാത്ത കാലത്തോളം അല്ലാഹു നമുക്കത് പൊറുക്കുകയില്ല. തന്നെ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരിക്കലും മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത വാക്ക് നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കാൻ നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് രണ്ടാള് വന്നിട്ട് നിസ്കാരം നിർവഹിച്ചു. രണ്ടുപേരും നോമ്പുകാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈദാ വുദൂഅകുമാ വസലാതകുമാ വംദിയാ ഫീ സൗമികുമാ വഖദിയാഹു യൗമൻ ആഖർ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വുദൂ ഒന്ന് മടക്കിയെടുക്കണം, നിങ്ങളെ നിസ്കാരവും മടക്കി നിസ്കരിക്കണം, നിങ്ങളുടെ നോമ്പ് അങ്ങനെ തന്നെ നിങ്ങൾ പൂർത്തീകരിക്കണം. പക്ഷേ ആ നോമ്പ് മറ്റൊരു ദിവസം ഖളാ വീട്ടുകയും വേണം. നിങ്ങൾ വുദൂവും മടക്കണം, നിസ്കാരവും മടക്കണം. അതിന്റെ പുറമെ ഈ നോമ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ പൂർത്തീകരിക്കണം. പിന്നീട് ഈ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അവര് ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തിനാണ് ഞങ്ങൾ വുദൂ മാറ്റി എടുക്കുന്നത്? എന്തിനാണ് നിസ്കാരം മാറ്റി നിർവഹിക്കുന്നത്? എന്തിനാണ് നോമ്പ് വീണ്ടുമെടുക്കുന്നത്? ഖാല യത്തബത്തും ഫുലാനൻ, നിങ്ങൾ ഒരു വ്യക്തിയെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വുദൂ നിങ്ങൾ മാറ്റണം, നിസ്കാരം മാറ്റണം, നോമ്പ് മറ്റൊരു ദിവസം എടുക്കണം, ഈ നോമ്പ് പൂർത്തീകരിക്കുകയും വേണം. സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ ഗൗരവം? മിസ്കാത്ത് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാം. വളരെ ഗൗരവമേറിയ വിഷയമാണ് മറ്റൊരാളുടെ കുറ്റം പറയുക എന്നത്. അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
തരുന്ന വലിയ ഭാഗ്യമാണ്. നമ്മുടെ ദോഷത്തെ സംബന്ധിച്ച്, ന്യൂനതയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയെന്നത്, നമ്മുടെ ന്യൂനതയെ സംബന്ധിച്ച് ധാരാളം ചിന്തിക്കുക, അതെങ്ങനെ എനിക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുക. അതാണ് ആഖിറം രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം. നിങ്ങൾ കണ്ടില്ലേ, സാലിഹീങ്ങളായ മഹാന്മാർ നമ്മെ ഉപദേശിച്ചു, ഓ ജനങ്ങളെ, സാധാരണ ജനങ്ങൾ 6 കാര്യം കൊണ്ട് സാധാരണ ജോലിയാകുന്നവരാണ്. നിങ്ങൾ ആഖിറം ചിന്തിക്കുന്നവരാണെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങളും മുറുകെ പിടിക്കണം. അതെന്താണ്? ഇദസ്തഗലന്നാസു ബികസറത്തിൽ അമാലി ഫസ്തഗിലു അൻതും ബിഹുസ്നിൽ അമാൽ. പല ജനങ്ങളും കുറെ അമൽ ചെയ്യണം, കുറെ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുമ്പോ ഫസ്തഗിലു അൻതും ബിഹുസ്നിൽ അമാൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ശരിയായ നിലയ്ക്ക് ചെയ്യണം, ചെയ്യുന്ന പ്രവർത്തനം നല്ല നിലയ്ക്ക് ചെയ്യണം എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. കുറെ ചെയ്യുന്നതിനേക്കാൾ ആലോചിക്കേണ്ടത് ചെയ്യുന്ന കാര്യം ഭംഗിയാക്കി ചെയ്യാനാണ്. വസാനി 6-ൽ 2-ാമത്തെ കാര്യം, ഇദസ്തഗലന്നാസു ബിൽ ഫളാഇലി ഫസ്തഗിലു അൻതും ബിഇത്മാമിൽ ഫറാഇലി. ജനങ്ങൾ പലരും ബഹുമാനമുള്ള നിലക്ക് കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾ അത് ശ്രമിക്കുന്നത് മോശമായതുകൊണ്ടല്ല, നിങ്ങളുടെ ഫർള് വീടുന്ന നിലക്ക് ഏത് കാര്യവും ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം. ഫർള് വീടാത്ത രൂപത്തിലായി പോകരുത്. ഉദാഹരണത്തിന് സഹോദരന്മാരെ, ഹജ്ജിന് പോയി തവാഫ് ചെയ്യുന്ന സമയത്ത് ആ തവാഫ് വുളൂ മുറിയാതെ, ഒരന്യ പെണ്ണിനെ തൊട്ടു പോകാതെ, ഒരന്യ പുരുഷനെ പെണ്ണ് തൊട്ടു പോകാതെ ഷർത്തും ഫർളും ഒപ്പിച്ച് തവാഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മറ്റു പലരും ചിലപ്പോൾ ഏട് നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലുന്ന തിരക്കിൽ അന്യപെണ്ണിനെ തൊട്ടുപോവുകയാണ്, അല്ലെങ്കിൽ അന്യപെണ്ണ് തൊടുകയാണ്, അന്യപെണ്ണിനെ മുട്ടിപ്പോവുകയാണ്, അല്ലെങ്കിൽ നന്നായി അതേ ഇർത്തിബാഅ് ചെയ്തുകൊണ്ട് മനുഷ്യൻ തവാഫ് ചെയ്യുന്ന സമയത്ത് പൂനൂൽ വേഷം കെട്ടുക എന്ന് പറഞ്ഞ് തുണിയിടുന്നൊരു രൂപമുണ്ടല്ലോ, ആ രൂപം സ്വീകരിക്കുമ്പോൾ ചുമലിൽ അന്യപെണ്ണ് വന്ന് തൊടാൻ കാരണമാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഹജ്ജും തവാഫും ബാത്തുലാകാതെ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നതാണ് ആലോചിക്കേണ്ടത്. ബഹുമാനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഫർളിന് കേടുവരുമെങ്കിൽ ഫർള് കേടുവരാതെ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇദസ്തഗലന്നാസു ബിൽ ഫളാഇലി ഫസ്തഗിലു അൻതും ബിഇത്മാമിൽ ഫറാഇൽ. ഇതുപോലെ 3-ാമത്തെ കാര്യം, ഇദസ്തഗലന്നാസു ബിഇസ്ലാഹിൽ അലാനിയതി ഫസ്തഗിലു അൻതും ബിഇസ്ലാഹിസ് സിർരി. ജനങ്ങൾക്കിടയിൽ നല്ലവനായി പരസ്യജീവിതം നന്നാക്കാൻ പലരും പരിശ്രമിക്കുമ്പോൾ ഫസ്തഗിലു അൻതും ബിഇസ്ലാഹിസ് സിർരി, രഹസ്യ ജീവിതം നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പരസ്യ ജീവിതം നന്നാകേണ്ടത് തന്നെ, പക്ഷേ രഹസ്യ ജീവിതം നന്നാകാതെ പരസ്യ ജീവിതം നന്നായതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ പ്രയാസം തന്നെ. അതുകൊണ്ട് പരസ്യ ജീവിതം നന്നാക്കാൻ പലരും ശ്രമിക്കുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ രഹസ്യ ജീവിതം നന്നാക്കാൻ ശ്രമിക്കണേ. 4-മതാണ് ഈ മഹാന്മാർ ഉപദേശിക്കുന്നു, ഇദസ്തഗലന്നാസു ബിഉയൂബിന്നാസി ഫസ്തഗിലു അൻതും ബിഉയൂബി അൻഫുസികും. ജനങ്ങൾ പലരും മറ്റുള്ളവന്റെ കുറ്റമെന്ത്, മറ്റുള്ളവന്റെ കുറവെന്ത്, അവന്റെ തകരാറെന്ത് എന്ന് ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ച് ജോലിയാവുകയും ചെയ്യുമ്പോ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കൊണ്ട് ജോലിയാകുന്നതിന് പകരം
ഫസ്തഗിലു അൻതും ബിഉയൂബി അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളുടെ ന്യൂനതകൾ എന്താണ്, ദൗർബല്യങ്ങൾ എന്താണ്, സ്വന്തം ശരീരത്തിന്റെ തകരാറെന്താണ്, അത് ചിന്തിച്ച് അത് നന്നാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കണേ. ആറാമതായി മഹാന്മാര് പറഞ്ഞു, ഇദസ്തഗല الناس بعمارة الدنيا فاستغلوا أنتم بعمارة الآخرة. ജനങ്ങൾ പലരും ദുന്യാവ് നേടാൻ വേണ്ടി, ദുന്യാവ് പരിചരിക്കാൻ വേണ്ടി, ഭൗതിക ലോകത്ത് ധാരാളം ആഡംബരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ദുന്യാവിൽ ധാരാളം ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി, ഈ ഭൗതികമായ ലോകത്ത് ധാരാളം പലതും ചെയ്ത് ഈ ഭൗതിക ലോകത്തെ പരിപാലിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ ഫസ്തഗിലു അൻതും ബിഇമാറത്തിൽ ആഖിറ, നിങ്ങൾ പാരത്രിക ലോകത്തേക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ, പാരത്രിക ലോകത്തേക്ക് കൃഷി ചെയ്യാൻ, പാരത്രിക ലോകത്തേക്ക് ആവശ്യമായത് നേടിയെടുക്കാൻ അതിന്റെ പരിശ്രമങ്ങളുമായി ജോലിയാകണം. ആറാമതായി പറഞ്ഞത് ഇദസ്തവല الناس بطلب والمخلوقين, ജനങ്ങൾ പലരും സൃഷ്ടികളുടെ സംതൃപ്തി കിട്ടണം എന്ന് ചിന്തിച്ച് പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പലരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി, പലരുടെയും അംഗീകാരം ലഭിക്കാൻ വേണ്ടി പലതും പ്രവർത്തിക്കുമ്പോൾ ഫസ്തഗിലു അൻതും ബിത്വലബി റിളല്ലാഹി തആല, എല്ലാം കൊടുക്കാനും തടയാനും അധികാരമുള്ള ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ജോലികളിലും, അതിനുവേണ്ടിയുള്ള സുഖലുകളിലും, അതിനുവേണ്ടിയുള്ള ചലനങ്ങളിലും അടക്കങ്ങളിലും നിങ്ങളെ ശരീരം ജോലിയാക്കണേ. സാലിഹീങ്ങളായ മഹാന്മാരുടെ ഉപദേശമാണ്. ഈ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മ വേണം. ഞാനെപ്പോഴും ചിന്തിക്കേണ്ടത് എന്റെ കുറ്റവും കുറവുമാണ്, അത് പരിഹരിക്കാൻ എന്റെ ചിന്ത സാധിക്കുമെന്നതാണ്. അതോടുകൂടെ മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി നല്ല നിലക്ക് ഉപദേശിക്കാം, നിർദ്ദേശിക്കാം. പക്ഷേ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്തത് അവനെ സംബന്ധിച്ച് മറ്റൊരാളോട് പറയാൻ പാടില്ല. ഇത് പ്രത്യേകമായി അതാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അത് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണെന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, അറുക്കാതെ തിന്നാൻ പറ്റുന്ന ജീവികളാണ് ജറാദും മത്സ്യവും. എന്നാൽ അറുത്താൽ തിന്നാൻ പറ്റുന്ന ജീവികളാണ് ആടും പശുവും ഒട്ടകവുമൊക്കെ. എന്നാൽ അറുത്താലും അറുത്തില്ലെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യനും തിന്നാൻ ഇഷ്ടപ്പെടാത്ത മാംസവും ഒരിക്കലും തന്നെ ആക്രമിക്കാൻ ഒരു നിലക്കും പാടില്ലാത്ത ജീവിയും ഒരിക്കലും ഒരു ശല്യവും ചെയ്യാൻ പറ്റാത്ത ജീവിയുമാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. ആ മനുഷ്യനെ തിന്നാൻ വകുപ്പില്ലല്ലോ. എന്നാൽ ആ മനുഷ്യന്റെ ശരീരത്തിലെ മാംസം ചത്തതിന് ശേഷം ആ മനുഷ്യന്റെ ശരീരത്തിലെ ശവത്തിൽ നിന്ന് പറിച്ച് തിന്നുന്നതിനോടല്ലേ പരിശുദ്ധ ഖുർആൻ മറ്റൊരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്തത് പറയുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ഉപമിച്ചതെന്താണ്? വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ ഒരാളും മറ്റൊരാൾ ഇഷ്ടപ്പെടാത്തത് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അതെ, അയുഹിബ്ബു അഹദുകും അയ്യകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ, നിങ്ങളുടെ സഹോദരനായ ഒരു മനുഷ്യന്റെ മാംസം ചത്തുപോയ നിലക്ക് തിന്നുന്നത്, ശവമായ നിലക്ക് തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് നിങ്ങൾ വെറുക്കുന്നില്ലേ? എന്നാൽ അതിനേക്കാൾ മനസ്സുകൊണ്ട് വെറുക്കേണ്ട കാര്യമാണ് മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച് കുറ്റം പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ,
മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ പങ്കുചേർന്ന് സംസാരിക്കുന്നവരില്ലേ, അതിന് ആവേശം പകരുന്നവരില്ലേ, അവിടെ വെച്ച് കൈയടിക്കുന്നവരില്ലേ, അതിനുവേണ്ടി മറ്റൊരാളെ കുറ്റം പറയുന്ന സമയത്ത് അത് കേട്ടിരുന്ന് കൊടുക്കുന്നവരില്ലേ, വാസ്തവത്തിൽ മറ്റൊരു മനുഷ്യന്റെ ശവം തിന്നുന്ന സമയത്ത് അതിൽ ഭാഗവാക്കാകുന്ന പ്രവർത്തനമല്ലേ ഗീബത്ത് പറയുന്ന സദസ്സിലിരിക്കുന്നവൻ ചെയ്യുന്നത്? ഇതിനേക്കാൾ വലിയൊരു തെറ്റായ കാര്യവും ഇത്രയും മോശമായൊരു കാര്യവും വേറെ പറയേണ്ടതുണ്ടോ? കേട്ടിട്ടില്ലേ സഹോദരന്മാരെ? മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം എന്തായിരുന്നു? പണക്കാരും ഐശ്വര്യമുള്ളവരുമായ ജനങ്ങളുടെ കൂടെ പാവപ്പെട്ട ആളുകളെയും കൂടി പറഞ്ഞേച്ചു കൊടുത്തുകൊണ്ട് ഐശ്വര്യക്കാരായ ആളുകളുടെ ഭക്ഷണം പാകം ചെയ്യുകയും അതുപോലെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യന്, പാവപ്പെട്ട സഹാബിക്ക് ഭക്ഷണം നൽകാൻ ഐശ്വര്യമുള്ളവരെ ഏൽപ്പിക്കുന്നൊരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീന നിവാസിയല്ലല്ലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അതാ രണ്ട് സഹാബികളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്തു. അവര് രണ്ടാളും ഒരു യാത്രയിൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങ് പോയി. ഭക്ഷണം പാകം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് സൽമാൻ റളിയല്ലാഹു അൻഹുവാണ്. പക്ഷേ മഹാനവറുകൾ ഭക്ഷണം പാകം ചെയ്യാതെ അന്നത്തെ ദിവസം ക്ഷീണത്തോടെ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം ആവശ്യമായ സമയം നോക്കുമ്പോ ഭക്ഷണം അവരുടെ കൈവശത്തിലില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളതുപോലെ വിവരമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് അവര് പറഞ്ഞു, എന്നാൽ നിങ്ങൾ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടൊരൽപ്പം ഭക്ഷണത്തിന് ആവശ്യപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് സൽമാൻ റളിയല്ലാഹു അൻഹു ചെന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് അദ്ദേഹമാണ് അതാ സ്റ്റോർ കീപ്പറായി ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്ത് ക്യാൻറ്റീനിന്റെ ഉത്തരവാദിത്വമുള്ളത് ബഹുമാനപ്പെട്ടവർക്കാണ്. ആ ഉസാമത്തിനോട് പോയി ഭക്ഷണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഭക്ഷണവും അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന് കൂട്ടാനും ഈ വല്ലതും അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം തരുമെന്ന് പറഞ്ഞപ്പോ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഒന്നും ബാക്കിയില്ല, നിങ്ങൾക്ക് നൽകാൻ ഇവിടെ ഭക്ഷണമൊന്നും ബാക്കിയില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഇല്ല, അവരുടെ അടുക്കൽ ഭക്ഷണം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഭക്ഷണം ഇല്ല. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഈ രണ്ടാളുകളും പറഞ്ഞു, ഉസാമ ഉണ്ടായിട്ട് തരാഞ്ഞിട്ടാണ്, അല്ലാഹുവിന്റെ റസൂല് കാരുണ്യത്തോടെ തരാൻ പറഞ്ഞതാണ്, എന്നിട്ട് ഓഫീസിലുള്ള ആള് കൊടുക്കാഞ്ഞിട്ടാണ്. പലപ്പോഴും ചിലപ്പോ നമുക്ക് തോന്നും, വളരെ മാനവമായി കൈകാര്യം ചെയ്യുന്ന വലിയ നേതാക്കന്മാരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ അവരുടെ ഓഫീസിൽ നിന്നൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്നവരെ കുറ്റം പറയുന്നവരില്ലേ, ക്യാൻറ്റീനിൽ ഇരിക്കുന്നവരെ കുറ്റം പറയുന്നവരില്ലേ, അവരുമായി ഇടപഴകി എപ്പോഴും ജീവിക്കുന്നവരെ കുറ്റം പറയുന്നവരില്ലേ, യാഥാർത്ഥ്യം ചിന്തിക്കാതെ പറയുന്നവരില്ലേ. അതിൽ പലപ്പോഴും സാധാരണക്കാരും അല്ലാത്തവരും പെട്ടുപോകാറില്ലേ. ഇപ്പോൾ ഞാനതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹു കൊടുക്കാഞ്ഞിട്ടാണെന്നവര് പറഞ്ഞു. അപ്പൊ മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളോട് ഇവര് രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ എന്നാൽ ഏതെങ്കിലും സഹാബികളുടെ കയ്യിൽ വല്ല ഭക്ഷണവുമുണ്ടോ എന്നൊന്ന് നോക്കൂ. ബഹുമാനപ്പെട്ടവര് പലരുടെയും സമീപത്തേക്ക് ചെന്ന് നോക്കി. ഒരു സ്ഥലത്തു നിന്നും ഭക്ഷണം കിട്ടാതെയായപ്പോ
ഇവര് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലൗ ബഅസ്നാക ഇലാ ബിഇരിൻ സംഹദിൻ ലഗാറ മാഉഹാ. സൽമാനെ, നന്നായി ഉറക്കുന്ന കിണറ്റിന്റെ സമീപത്തേക്ക് വെള്ളമെടുക്കാൻ നിന്നെ പറഞ്ഞേച്ചാൽ നീയാണ് പോകുന്നതെങ്കിൽ കിണറ്റിലെ വെള്ളവും പറ്റിപ്പോകും. നീ അങ്ങനത്തെ ഒരാളാണ്. എവിടെ ചെന്നാലും നിന്നെ പറഞ്ഞേച്ചാൽ ഒന്നും കിട്ടൂല. നന്നായി ഉറവുള്ള കിണറാണെങ്കിലും നീ ചെന്നാൽ ആ ഉറവും പറ്റിപ്പോകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നീ എന്നങ്ങ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തൊരു വേദന തോന്നിയിട്ടുണ്ടാകും സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്. പിന്നീട് ഈ രണ്ട് കക്ഷികളും ഇറങ്ങിയിട്ട് അതാ ഉസാമയുടെ അടുക്കൽ, അതാ ഭക്ഷണത്തിന്റെ സ്റ്റോർ കീപ്പറുടെ അടുക്കൽ ഭക്ഷണമുണ്ടോ എന്ന് മെല്ലെ എത്തി നോക്കാനും ചുഴന്നന്വേഷിച്ചു നോക്കാനും തുടങ്ങി. അപ്പോഴാണ് സഹോദരന്മാരെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം അവരിങ്ങ് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, മാലിയറാ ഖദറത്തുൽ ലഹ്മി ഫീ അഫ്വാഹികുമാ. നിങ്ങളുടെ തൊള്ളയിൽ പച്ച മാംസം കാണുന്നുണ്ടല്ലോ. അപ്പോഴാണ് അവർ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് മാ തനാവൽനാ യൗമനാ ഹാദാ ലഹ്മൻ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു മാംസവും കഴിച്ചിട്ടില്ല, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലംതുമാ ബിഅഖ്ലി ലഹ്മി സൽമാൻ വ ഉസാമ. നിങ്ങൾ സൽമാനുൽ ഫാരിസിയുടെയും ഉസാമത്ത് ബിൻ സയ്യിദിന്റെയും മാംസം തിന്ന് വരികയല്ലേ. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കലും തന്നെ മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത കാര്യം ഒരാളെ സംബന്ധിച്ചും സംസാരിക്കരുത്. വേറെ ഒരു മനുഷ്യന്റെ ന്യൂനത എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ചുഴന്നന്വേഷിക്കുന്ന സ്വഭാവവും ഉണ്ടാകരുത്. തെറ്റ് ചെയ്തതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അവനെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കാൻ ശ്രമിക്കണം, സ്വകാര്യം വിളിച്ച് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഒരു മനുഷ്യനെ കുറവാക്കി സംസാരിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കുറവാക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അവന് വേണമെങ്കിൽ അങ്ങോട്ടും പറയാം, എന്നാലും പറയാതിരിക്കുന്നതാണ് ഉത്തമം. നേരെ മറിച്ച് ഒരിക്കലും തന്നെ ഇങ്ങോട്ട് പറയാത്ത ഒരു മനുഷ്യന് ഒരു നിലക്കും അങ്ങോട്ട് പറയാൻ ഒരു വകുപ്പും ഒരു വിഷയത്തിലുമില്ല. ഇക്കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഗീബത്ത് പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവുകയില്ല. മനുഷ്യൻ നന്നാകാൻ വളരെ നല്ല നിലക്കവനെ ഉപദേശിക്കുകയാണ് ആവശ്യം. ഉപദേശിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉണർത്തുകയോ, അല്ലെങ്കിൽ ഒരു രാജാവും അധികാരസ്ഥനും മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് നിർത്തിക്കാൻ അധികാരമുള്ള അധികാരിയോട് അദ്ദേഹം അത് നിർത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് മനസ്സിലാക്കി അവൻ പറയുന്നതും അവൻ സാക്ഷിയാകുന്നതുമായ കാര്യങ്ങൾ സത്യമാണെന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വന്നാൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഇന്ന തകരാറുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതോ അത് തെറ്റായ കാര്യമല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മളോടൊരു മനുഷ്യൻ അതാ ഒരു ജോലിക്ക് നിർത്താൻ വേണ്ടി ഒരാളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോ, അല്ലെങ്കിൽ മകളുടെ ഭർത്താവായി സ്വീകരിക്കാൻ അന്വേഷിക്കുമ്പോ, അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കാൻ അന്വേഷിക്കുമ്പോ അവിടെ സത്യം ഒരു നിലക്കും മൂടിവെക്കാൻ പാടില്ല. ചോദിച്ചാൽ അതിന്റെ മറുപടി പറയണം. ഉദാഹരണത്തിന്, ഒരു പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീയാണെങ്കിൽ, പെണ്ണാണെങ്കിൽ, ആ പെണ്ണിന്റെ ഒരു നിക്കാഹിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഒരുങ്ങുമ്പോ ആ പെണ്ണ് മുമ്പൊരിക്കൽ നിക്കാഹ് ചെയ്യപ്പെട്ട പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോ അതേ, ഒരിക്കൽ നിക്കാഹ് നടന്നതാണെന്ന് സത്യം പറയണം. അതാ പെണ്ണിന്റെ കുടുംബം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണം. ഇതുപോലെ ഒരു വരനെ അന്വേഷിക്കുന്ന സമയത്ത് വരൻ കള്ളുകുടിയനാണെന്ന് നമുക്കറിയാമെങ്കിൽ അവന് വല്ല ദുസ്വഭാവവും ഉണ്ടോ എന്ന് നമ്മോട് ചോദിച്ചാൽ അവൻ മദ്യപാനിയാണ് എന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മോട് ചോദിച്ച മനുഷ്യനെ വഞ്ചിക്കലാണ്. അതക്കാര്യം മാത്രമങ്ങ് പറഞ്ഞേക്കണം.
അത് ആവശ്യത്തിന് മാത്രം ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തണം, അല്ലാതെ ആവശ്യമില്ലാതെ പറയാൻ പാടില്ല. ഇതുപോലെ ഒരു ജോലിക്കൊരു മനുഷ്യനെ നമ്മൾ നിശ്ചയിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ജോലിയെടുക്കുന്ന വ്യക്തിയാണോ എന്ന് അദ്ദേഹത്തിന്റെ തൊഴിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് നമുക്കറിയാവുന്നതുള്ളതുപോലെ റിപ്പോർട്ട് പറയണം, ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട ചില രംഗങ്ങളുണ്ട്. ഇതല്ലാത്ത വിധത്തിൽ ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്മിൻ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫു ഇന്നൽ ദുആഫ ഇദാ മാ കുൻത തഖുലു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. പണ്ഡിതന്മാര് പറഞ്ഞു, നീ ഒരാളും ഇഷ്ടപ്പെടാത്തത് പറയരുത്. എന്നാൽ ഫൗലൻ അനിൽ ഉലമാ, പണ്ഡിതന്മാരെ സംബന്ധിച്ച് നീ ഒരിക്കലും അവരിഷ്ടപ്പെടാത്തത് പറയരുത്. പണ്ഡിതന്മാർ അവർ പാണ്ഡിത്യമുള്ളവരാണ്, അവരറിവുള്ളവരാണ്. അവർക്ക് ലഭിച്ച അറിവനുസരിച്ച് അവര് ദീന് പറയും. അങ്ങനെ പറയുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും എല്ലാ സമയത്തും ഒരേ അഭിപ്രായം ഒരു ശാഖാപരമായ വിഷയത്തിൽ പറഞ്ഞുകൊള്ളണമെന്നില്ല. സഹോദരന്മാര് മനസ്സിലാക്കണം. 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിസ്കരിക്കുന്ന സമയത്ത് കൈവെക്കുന്നതിനെ സംബന്ധിച്ച് 3 അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കുള്ളത്. ഒന്ന് നെഞ്ഞിന്റെ ചുവട് പൊക്കിളിന്റെ മേലെ, മറ്റൊന്ന് തീരെ താഴ്ത്തിയിടലാണ്, മറ്റൊന്ന് അതാ പൊക്കിളിന്റെയും ചുവടവെക്കലാണ്. ഈ 3 അഭിപ്രായമാണ് 4 മദ്ഹബിന്റെ ഇമാമികൾക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 അഭിപ്രായം പറഞ്ഞവർ ചില്ലറക്കാരല്ല. പൊക്കിളിന്റെ ചുവട വെക്കണമെന്ന് പറഞ്ഞ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. വലിയ കറാമത്തുള്ള വലിയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും മുറാദ് ഹാസിലാകാൻ വേണ്ടി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പോയി സിയാറത്ത് ചെയ്തു. അബൂ ഹനീഫ തങ്ങളെ ഇടയാളനാക്കി ദുആ ചെയ്തു എന്നല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പോലുള്ളവർ രേഖപ്പെടുത്തുന്നത്. അത്ര വലിയ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ. പക്ഷേ മഹാനവറുകൾ പൊക്കിളിന്റെ ചുവടെയാണ് നിസ്കരിക്കുന്നവൻ കൈവെക്കേണ്ടതെന്ന് പറയുന്നു. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ കൈവെക്കണമെന്ന് പറയുന്നു. അതിന് അവർക്കുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ കൈവച്ചു അലാ സദ്രിഹി, നെഞ്ഞിന്റെ അടുക്കൽ കൈവച്ചു എന്ന് ഹദീസിലുണ്ട്. നെഞ്ഞിന്റെ അടുക്കൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ശാഫിഈ മദ്ഹബിലെ ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മഹല്ലി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇൻദ സദ്രിഹി, നെഞ്ഞിന്റെ അടുക്കൽ കൈവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെഞ്ഞിന്റെ അടുക്കൽ കൈവെക്കുക എന്ന് ഒരു റിപ്പോർട്ടിലും അലാ സദ്രിഹി എന്ന് മറ്റൊരു റിപ്പോർട്ടിലും വരുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ അറബി അറിയുന്ന പണ്ഡിതന്മാർ അവര് വിശദീകരിക്കുന്നു. അല എന്ന വാക്കിന് പലപ്പോഴും അറബിയിൽ അടുക്കൽ എന്നർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ കാണും ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരിയിൽ കാണാം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കയറി ചെന്നു. അവിടെ അല എന്ന വാക്കിനർത്ഥം അടുക്കൽ എന്നാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ കാണാം ഇദ്ഹും അലൈഹാ ഖുഊദ്, മുഅ്മിനീങ്ങളെ തീയിലിട്ട് കരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ശത്രുക്കൾ വഹും അലൈഹാ ഖുഊദ്, ആ തീക്കുണ്ടാരത്തിന്റെ അടുക്കൽ ഇരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? പന്ത് കളിക്കുന്നത് കാണാൻ, ഫുട്ബോൾ കാണാൻ വേണ്ടി ഗാലറിയിൽ ഇരിക്കുന്നത് പോലെ മുഅ്മിനീങ്ങളെ തീയിലിട്ട് കരിക്കുന്നത് കാണാൻ തീയിന്റെ സമീപത്ത് ശത്രുക്കളിരുന്നു. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു വഹും അലൈഹാ ഖുഊദ്, അവർ തീയിന്റെ അടുക്കൽ ഇരിക്കുന്നവരാണ്. ഇതുപോലെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു ഔ അജിദു അലന്നാരി ഹുദൻ, ഞാൻ ആ കാണുന്ന തീയിന്റെ സമീപത്ത് ഞാൻ നമുക്ക് വഴി കാണിച്ചു തരുന്നവനെ കണ്ടെത്തിച്ചേക്കും. അപ്പൊ അടുക്കൽ എന്ന അർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും അല എന്ന വാക്ക് ധാരാളം വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇൻദ സദ്രിഹി, നെഞ്ഞിന്റെ അടുക്കൽ എന്ന് തന്നെ ഇമാം ബസാറിന്റെ റിപ്പോർട്ടുമുണ്ട്.
അതുകൊണ്ട് അലാ സദ്രിഹി എന്ന ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം നെഞ്ഞിന്റെ ചുവടെ കൈവെക്കണമെന്നാണെന്ന് ഹദീസുകളൊക്കെയും മനപ്പാഠം പഠിക്കുകയും അറബി ഭാഷ നന്നായി മനസ്സിലാക്കുകയും ഖുർആനും ഹദീസും നന്നായി ഗ്രഹിക്കുകയും ചെയ്ത ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൈ തീരെ താഴ്ത്തിയിടുന്നതിന് കുഴപ്പമില്ല, കൈ താഴ്ത്തിയിടാമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്ന് അഭിപ്രായമല്ലാതെ നാലാമത്തൊരഭിപ്രായം 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഉണ്ടായിട്ട് 3 അഭിപ്രായം മാത്രമേ കൈവെക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായുള്ളൂ. അലാ സദ്രിഹി എന്ന ഹദീസ് പരിശുദ്ധ ഖുർആനിലെ ഇദ്ഹും അലൈഹാ ഖുഊദ് എന്ന ആയത്തടക്കമുള്ള അലൈഹ എന്ന പ്രയോഗങ്ങൾ മനസ്സിലാക്കി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ നെഞ്ഞിന്റെ സമീപത്ത് വെക്കുക എന്ന അർത്ഥവും, അതുപോലെ തഹ്ത സദ്രിഹി എന്നൊരു റിപ്പോർട്ട് വന്നതുകൊണ്ട് അത് പൊക്കിളിന്റെയും ചുവടയുമാകാമെന്ന നിലയ്ക്ക് പൊക്കിളിന്റെ ചുവട വെക്കണമെന്ന അബൂ ഹനീഫ തങ്ങളുടെ ഒരു അഭിപ്രായവും, തീരെ കൈ താഴ്ത്തിയിടുക എന്ന മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അഭിപ്രായവും, ഇങ്ങനെ 3 അഭിപ്രായമല്ലാതെ 4മത്തൊരഭിപ്രായം ഇസ്ലാം ദീനിലില്ല. അതുകൊണ്ട് തന്നെ ശർഹ് അബൂദാവൂദിന്റെ ശർഹ് ബദലുൽ മജ്ഹൂദിൽ കാണാം, ഈ 3അല്ലാത്ത 4മത്തൊരഭിപ്രായം നെഞ്ഞിന്റെ മേലെ കൈവെക്കണമെന്ന് വല്ലവരും പറഞ്ഞാൽ ഖാരിജുൻ മിൻ മദാഹിബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സർവ്വ മദ്ഹബിന്റെയും പുറത്തുള്ള പുതിയ അഭിപ്രായമാണ്. അത് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിലെ കൈവെപ്പിന്റെ സ്വഭാവമല്ല. അബൂദാവൂദിന്റെ സറഹിൽ കാണാം. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നമ്മുടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ 3 അഭിപ്രായം വന്നതിന്റെ പേരിൽ അവരാക്ഷേപിക്കാൻ വകുപ്പുണ്ടോ, കുറ്റം പറയാൻ വകുപ്പുണ്ടോ? വകുപ്പില്ലെന്ന് മാത്രമല്ല, അവർ പരസ്പരം തന്നെ വലിയ ബഹുമാനത്തോടുകൂടെ ജീവിച്ചു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ എത്രയാണ് ബഹുമാനിച്ചത്. ഇമാം ശാഫിഈ അഹ്മദ് ഇബ്നു ഹംബൽ ധരിച്ച കുപ്പായം പോലും കഴുകിയിട്ടതിന്റെ വെള്ളം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ശാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനമാണ്, പരസ്പരം ബഹുമാനമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് അബൂ ഹനീഫ. ഇങ്ങനെ സർവ്വ ഇമാമിയങ്ങളും ശാഖാപരമായ വിഷയങ്ങളിൽ മസ്അല തർക്കങ്ങൾ ഉള്ളതോടുകൂടി തന്നെ അവര് പരസ്പരം വലിയ ബഹുമാനമാണ്. ആരും ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരും ആരെയും കുറ്റം പറയുന്നില്ല. ഒരു സാധാരണക്കാരനോടും ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെ ഇകഴ്ത്തി സംസാരിക്കുന്നില്ല. ഇത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ മാത്രമുള്ള സ്വഭാവമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ താഴോട്ട് വന്നാൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലിന്റെ പള്ള നിലത്ത് കുത്തിവെക്കണമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണെന്നാണ്. എന്നാൽ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം കാലിന്റെ വിരലിന്റെ പള്ള കുത്തിയില്ലെങ്കിലും നിസ്കാരം സഹീഹാകുമെന്നാണ്. ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരാണ്. പ്രബലമായ അഭിപ്രായം കാലിന്റെ വിരലിന്റെ പള്ള കുത്തിവെക്കണമെന്നാണ്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ അവിടെ 2 അഭിപ്രായമുണ്ട്. പക്ഷേ 2 പേരും നിങ്ങൾ ഓർക്കണം, ഇമാം നവവി റളിയല്ലാഹു അൻഹു റാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് പറയുകയാണ്, റാഫി ഇമാമിന്റെ ബഹുമാനം പറയുകയാണ്. ഇതുപോലെ സഹോദരന്മാരെ, റാഫി ഇമാമിന്റെ ശിഷ്യ പരമ്പരയിലുള്ള പണ്ഡിതന്മാർ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ആദരിച്ച് ബഹുമാനിച്ച് സംസാരിക്കുകയാണ്. ഇതുപോലെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം റംലി റളിയല്ലാഹു അൻഹു ബറാഅത്ത് സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയാൽ ഹറാമാണെന്ന് ഒരാൾ പറയുന്നു, കറാഹത്താണെന്ന് മറ്റൊരാൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ 2 പണ്ഡിതന്മാരെയും ഒരുപോലെ ആദരിക്കപ്പെടുന്നു. ഇങ്ങനെ ലോകത്ത് നിങ്ങൾക്ക് കാണാം. ഈ അടുത്ത കാലം വരെ
മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലയിൽ ഉണ്ടായാൽ അതിന്റെ പേരിൽ പരസ്പരം ചീത്ത പറയലോ തെറി പറയലോ, അതിന്റെ പേരിൽ ചെറിയ കുരുന്നു ഹൃദയങ്ങളോട് മറ്റൊരു പണ്ഡിതനെ ആക്ഷേപിച്ച് സംസാരിച്ച് ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പണ്ഡിതന്മാരെ സംബന്ധിച്ചുള്ള മതിപ്പ് കുറക്കലോ, പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരായി മുസ്ലിം മക്കളെ വളർത്തിയെടുക്കലോ നമ്മുടെ സമുദായത്തിലില്ലായിരുന്നു. പക്ഷേ ആഖിറം ചിന്തിക്കുന്നതിന് പകരം ഭൗതിക ചിന്ത പലപ്പോഴും ഖൽബിലേക്ക് കടന്ന് ഓരോരുത്തരും അവനവന്റെ കക്ഷികളിൽ ആളെ ചേർക്കണമെന്ന ചിന്തയിൽ ആഖിറം മറന്നുകൊണ്ടുള്ള പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ പലപ്പോഴും അല്ലാഹ് ഹലാലാക്കിയതാണോ സംസാരിക്കുന്നത്, അപ്പുറത്തെ പണ്ഡിതന് ഇഷ്ടപ്പെടുന്നതാണോ സംസാരിക്കുന്നത്, റബ്ബിന്റെ അടുക്കൽ കുടുങ്ങുന്നതാണോ പറയുന്നത്? ഈ ചിന്തയില്ലാതെ ശാഖാപരമായ വിഷയങ്ങളുടെ പേരിൽ പരസ്പരം കടുത്ത ആക്ഷേപങ്ങളും ഗീബത്തുകളും നമീമത്തുകളും ഫിത്നകളും ഫസാദുകളും പാരവെക്കലും തുടങ്ങിയ ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം അതപ്പതിച്ചുപോയി കേട്ടോ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സമുദായത്തിന് മുൻഗാമികളുടെ വഴി പിന്തുടർന്ന് ജീവിച്ച് നന്നാകാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്ത് നോക്കൽ ഹറാമാണ്. മുഖത്ത് നോക്കൽ തന്നെ ഹറാമാണ്. അത് വികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമാണ്. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, അത്തരത്തിലുള്ള കുട്ടികളെ മുഖത്ത് നോക്കൽ വികാരത്തോടുകൂടിയാണെങ്കിൽ ഹറാമാണ്, തർക്കമില്ല. വികാരമില്ലെങ്കിൽ ഹറാമെന്ന് പറയണ്ട. പക്ഷേ അക്കാലഘട്ടത്തിൽ അതിന്റെ ശേഷം ജീവിച്ചിരുന്നൊരു പണ്ഡിതൻ, അല്ലാമാ രീവി എന്ന് പറയുന്നൊരു പണ്ഡിതൻ, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ മസ്അല പറഞ്ഞപ്പോ നബവി ഇമാം തങ്ങളെ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. അദ്ദേഹം എന്തിന് ഇത്ര കടുപ്പം കൂട്ടണം? എല്ലാ മുസ്ലിയാന്മാരും പറയും പോലെ പറഞ്ഞാ പോരെ, എല്ലാ പണ്ഡിതന്മാരും പറയും പോലെ പറഞ്ഞാ പോരെ, അദ്ദേഹത്തിന് എന്തിന് ഇത്ര കടുപ്പം കൂട്ടണമെന്നതിൽ നബവി ഇമാം തങ്ങൾ ഇഷ്ടപ്പെടാത്ത വാക്ക് അല്ലാമാ രീതി തങ്ങൾ പറഞ്ഞുപോയി. അതിന്റെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള, ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം അല്ലാമാ രീമി തങ്ങൾ മരണപ്പെട്ടിട്ട് ആയിരക്കണക്കിന് അനുയായികളുടെ സമീപത്ത് ബഹുമാനപ്പെട്ടവരുടെ മയ്യിത്ത് ഇങ്ങനെ കിടത്തിയപ്പോ ഒരു പൂച്ചയെ പോലുള്ള ഒരു മൃഗം ആ ജനങ്ങളുടെ മുന്നിൽ ഓടി ഇങ്ങ് വന്നു. മഹാനായ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് സംസാരിച്ച പണ്ഡിതന്റെ നാവ് മയ്യിത്തിൽ നിന്ന് കടിച്ചെടുത്തിട്ട് ഒരൊറ്റ ഓട്ടമോടിപ്പോയി. ഒരു മനുഷ്യനും തടുക്കാൻ സാധിച്ചില്ല. കാരണം ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചതായിരുന്നു. സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മളെ നാട്ടിൽ എത്ര അത്തരത്തിലുള്ള പരിപാടികൾ ലോകത്ത് നടക്കുന്നു, എന്നിട്ട് ഇങ്ങനത്തെ യാതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. സഹോദരന്മാരെ, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് മറുപടി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊരു ദിവസം സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം വമിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുനാഫിഖീങ്ങൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഗീബത്ത് പറഞ്ഞവന്റെ നാവി വായിൽ നിന്നുള്ള നാറ്റമാണത് സഹാബികളെ. ആ ദുർഗന്ധം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഗീബത്ത് പറഞ്ഞവന്റെ വായിൽ നിന്നുള്ള നാറ്റമാണ്. ഇവിടെ പണ്ഡിതന്മാര് പറയുകയാണ്, ഇപ്പൊ ഗീബത്ത് പറയുന്ന, എത്ര ഗീബത്ത് പറയുന്ന, ഒരു നാറ്റവും നമ്മൾക്ക് കാണുന്നില്ലല്ലോ. അതിന് മഹാന്മാര് മറുപടി പറഞ്ഞു, നാറ്റമില്ലാഞ്ഞിട്ടല്ല, ഗീബത്ത് നിറഞ്ഞു പോയത് കൊണ്ട് നാറ്റം മൂക്കിന് പിടിക്കുന്നില്ല. ഏതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് വളം ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, അല്ലെങ്കിൽ ഉണക്കിമീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ആദ്യമായി ചെന്നവന്
അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ UAE ഒരു കമ്പനി പോയി, പാൽ കമ്പനിയിൽ. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് പശുക്കളുള്ള പാൽ കമ്പനി. ഒരൊറ്റ പശുവിന്റെ പാല് കറന്നാൽ തന്നെ 75 ലിറ്റർ, 100 ലിറ്റർ, 140 ലിറ്റർ ഒക്കെ പാലുണ്ടാവും. അങ്ങനത്തെ വലിയ പാൽ കമ്പനി. പക്ഷേ അവിടെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി ഞാനൊരിക്കൽ അതിന്റെ ഉള്ളിൽ കുറെ ആളുകളുടെ കൂടെ നിസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, എങ്ങനെയൊക്കെ നിസ്കരിച്ച് തടിയെടുത്തു എന്ന് പറയാം, നാറിയിട്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ കമ്പനിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്കൊട്ട് നാറ്റമില്ല. കാരണം അവരെ മൂക്കിനെ അത് ശീലിച്ചു പോയി. ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. ഇതുപോലെ ലോകമൊട്ടാകെ ദീപത്ത് കൊണ്ട് നിറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് നാറ്റം അനുഭവിക്കുന്നില്ല. ഇതുപോലെ സഹോദരന്മാര്, വലിയ വലിയ മഹാന്മാർക്ക് ചെറിയ ന്യൂനത സംഭവിച്ചാൽ ആ ന്യൂനത പരിഹരിക്കപ്പെടാൻ വേണ്ടി ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് അത് പരിഹരിച്ചു കൊടുക്കും. അത് മഹാന്മാരുടെ സ്വഭാവമാണ്. നേരെ മറിച്ച് അല്ലാഹു ജല്ല ജലാലുഹു ദുനിയാവിൽ വെച്ച് പരിഹരിച്ചു കൊടുക്കാതെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്നവരാണെങ്കിൽ ദുനിയാവിൽ ഒരു പാഠവും കിട്ടൂല കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഒരിക്കലും ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ, ഒരാളെയും നിങ്ങൾ കുറ്റവും കുറവും പറയരുത്. പണ്ഡിതന്മാരെ തീരെ പറയരുത്. വലൗ ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം ദുഫൂ, മറന്നുകൊണ്ട് പോലും പറയരുത്. പണ്ഡിതന്മാരുടെ മാംസത്തിൽ നഞ്ഞുണ്ട്. പണ്ഡിതന്മാരുടെ മാംസത്തിൽ നഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന നഞ്ഞാണത്. അതിനാൽ വസ്തുത അറിയാതെയാണ് നീ പറഞ്ഞതെങ്കിലും പണ്ഡിതനെ കുറ്റം പറഞ്ഞു നീ മരിച്ചുപോയാൽ നഞ്ഞുവയറ്റിലായിട്ട് ശരീരത്തിന് അപകടം വരുന്നത് പോലെ നിന്റെ ആത്മീയതയ്ക്ക് തകരാറ് സംഭവിച്ചു പോയി, നിന്റെ ഈമാനിന് കേടുവന്നുപോയി. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ മുസ്ലിമീങ്ങളെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ അവർ ഏത് ചില്ലറ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അവരെത്ര സംഘടനകളിൽ പിരിഞ്ഞാലും പണ്ഡിതന്മാരെ ചീത്ത പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ഗീബത്ത് പറയുകയോ ചെയ്യുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമുക്ക് ഗുണത്തേക്കേറെ ദോഷമല്ലാതെ ചെയ്യുകയില്ല. ഒരിക്കലും തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിന് പകരം മറ്റൊരു സൃഷ്ടിയിലും നമ്മളെ വിശ്വാസം കൊണ്ടുപോയി പിടിച്ചു കെട്ടരുത്. കൊടുക്കുന്നവൻ അള്ളയാണ്, തടയുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് തന്നെ സഹോദരാ, ഒരു ദീനീ പ്രവർത്തന രംഗത്തും അള്ളാഹ് അനുവദിക്കാത്ത മാർഗം നീ സ്വീകരിക്കുകയുമരുത്. ഇതേത് പ്രവർത്തകന്മാരുടെയും മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കട്ടെ സഹോദരന്മാരെ. ഞാൻ ഒരു സ്ഥലത്ത് കല്യാണത്തിൽ തിരിച്ചു വരുമ്പോ എന്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ പ്രസംഗിക്കില്ല. പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗത്തിൽ പറഞ്ഞു, ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ പെട്ടി നഷ്ടപ്പെട്ടു പോയി. ആ പെട്ടിയിൽ എന്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ഞാൻ ലഗേജിൽ ഇട്ടതായിരുന്നു. അങ്ങനെ പാസ്പോർട്ട്, വിസ അടിച്ച പാസ്പോർട്ട്, അബുദാബിയുടെ വിസയുള്ള പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞാൻ വളരെയേറെ മനസ്സുകൊണ്ട് വിഷമിച്ചു. കുറെ DD-യും ചെക്കും പൈസയൊക്കെ അതും ഉണ്ടായിരുന്നു. അതൊക്കെ അതിലുണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയതാണ്. അങ്ങനെ ലഗേജിലിട്ടിട്ട് കിട്ടാതെ ഞാൻ വളരെ മനസ്സുകൊണ്ട് വിഷമിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, തങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോ അത് കിട്ടും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. കാന്തപുരം ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദ് ജിദ്ദയിലും പല സ്ഥലത്തും എയർ ഇന്ത്യയുടെയും മറ്റൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വിളിച്ച് അവിടെ ഒക്കെ പറയുകയും ചെയ്തു. ഞാൻ സിറാജുൽ ഹുദയിലേക്ക് 500 രൂപ നേർച്ചയാക്കി.
പെട്ടി ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കിട്ടാൻ വേണ്ടി 500 രൂപ നേർച്ചയാണ്. ഇത് ഞാൻ എന്തോ ഒരു വിഷയം പറയുന്ന കൂട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, നമ്മുടെ പ്രവർത്തകന്മാരായ ചിലര് ഡ്രൈവറോട് സ്വകാര്യം ചോദിച്ചിരിക്കുന്നു. ചില ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ എതിർ ചേരിയിലുള്ള ചില ആളുകൾ പറയുന്നു പച്ച കളവാണ് അയാൾ പറഞ്ഞത്. കാരണം ഹജ്ജും കഴിഞ്ഞ് വരുമ്പോ അങ്ങനെ പാസ്പോർട്ട് പെട്ടിയിൽ വെക്കാൻ കഴിയ, പാസ്പോർട്ട് കയ്യിലില്ലാതെ എയർപോർട്ടിൽ നിന്ന് കയറി പോരാൻ കഴിയോ? അപ്പൊ അയാൾ പറഞ്ഞു പച്ച കളവാണ് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറഞ്ഞപ്പോ ഈ കുട്ടികൾക്കും അത് സംഗതി അവർ പറയുന്ന ഒരു ന്യായം തന്നെയല്ലേ എന്ന് അവരിങ്ങനെ ആലോചിച്ചിട്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈവറോട്, നീ ഒരു കാര്യം ചെയ്യണം, എന്റെ 2 പാസ്പോർട്ട് തന്നെ ഒരാൾക്ക് 2 പാസ്പോർട്ട് ഉണ്ടാകാൻ പാടില്ല. അതേ സമയത്ത് എന്റെ പാസ്പോർട്ടിലെ കടലാസ് തീർന്നു പോയിട്ട് ഞാൻ പാസ്പോർട്ട് കുറച്ച് കടലാസ് വെച്ച് തരാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസർ എടുത്ത് കൊടുത്തപ്പോ പുതിയ പാസ്പോർട്ട് കൊടുക്കല്ലാതെ അതിൽ കടലാസ് വെക്കൂല. അങ്ങനെ പുതിയ പാസ്പോർട്ടാക്കി വേറൊരു നമ്പറിൽ പാസ്പോർട്ട് തന്നു. ആദ്യത്തെ പാസ്പോർട്ടിലാണ് വിസ അടിച്ചത്, 2 കൊല്ലം മുമ്പ് അടിച്ച വിസയാണ്. അതുകൊണ്ട് വിസ ഉള്ളത് പഴയ പാസ്പോർട്ടിലാണ്, പുതിയ പാസ്പോർട്ടിൽ വിസ ഇല്ല. അപ്പൊ ഹജ്ജിന് പോകുന്ന സമയത്ത് അബുദാബിയിലെ വിസ ആവശ്യമില്ല, മറിച്ച് അതിന് ഹജ്ജ് വിസ അടിച്ചാൽ മതി. അത് പുതിയ പാസ്പോർട്ടിലാണുള്ളത്. അബുദാബിന്റെ വിസ ഉള്ളത് ആദ്യത്തെ പാസ്പോർട്ടിലാണ്. അപ്പൊ അബുദാബി പോകുമ്പോ 2 പാസ്പോർട്ട് ഒന്നാക്കിയിട്ട് കൊണ്ടുപോകണം. ഹജ്ജിന് പോകുമ്പോ 2ന്റെ ആവശ്യമില്ല. ഞാൻ UAE കൂടിപ്പോയതുകൊണ്ട് 2 പാസ്പോർട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എയർപോർട്ടിൽ കൊടുക്കുമ്പോൾ പുതിയ പാസ്പോർട്ട് കൊടുത്താൽ മതി, വിസയുടെ പാസ്പോർട്ട് കൊടുക്കേണ്ടതില്ല. ഈ പഴയ പാസ്പോർട്ടാണ് എന്റെ പെട്ടിയിൽ വെച്ചത്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, അത് 2ഉം ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആ ചെറുപ്പക്കാരെ കൈ കൊടുത്തിട്ട് അവരോട് പറയണം, നിങ്ങളെ ആൾക്കാർ ദീന് പറയലും ഇങ്ങനെ തന്നെയാണ്, മനസ്സിലാക്കാതെ പറയാനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് എന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു. ഞാനിതൊരു ഉദാഹരണത്തിന് പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കണം ഒരു വാക്ക് സംസാരിക്കുമ്പോൾ. നമ്മൾ ഒരിക്കലും ഒരാളെ സംബന്ധിച്ചു എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തരുത്. തെറ്റിദ്ധാരണകളുള്ളവർ ചോദിച്ച് മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ് ഖൈർ. ആ ചെറുപ്പക്കാർ ചോദിച്ചത് വളരെ നന്നായി. അവർ അതും മുഹൂർത്തവും കൊണ്ടാണ് എന്നോട് ചോദിക്കാതെ ഡ്രൈവറോട് ചോദിച്ചത്. അതിന് കുഴപ്പമില്ലല്ലോ, നമ്മൾ പണ്ടേ തവസ്സുലാക്കാന്ന് പറയുന്നവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്തത് തെറ്റല്ല, അവർ ആ സംശയം തീർത്തതിൽ സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണമെന്നാണ്. നമ്മുടെ നാവ് കൊണ്ട് ഏത് വിഷയം സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ കുടുങ്ങുന്ന ഒരു വാക്കും സംസാരിക്കാൻ ഒരിക്കലും നാം പോകരുത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും മോശമായൊരു ഗീബത്ത് ഉണ്ട്. അതായത് ഗീബത്ത് മഹാനവറുകൾ പറയാൻ അന്ന അഖ്ബസ അൻവാഇൽ ഗീബത്തി ഗീബത്തുൽ ഖുറാഇ. ഗീബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ഗീബത്ത് അത് മുസ്ലിംമാര് പറയുന്ന ഗീബത്താണ്, പണ്ഡിതന്മാര് പറയുന്ന ഗീബത്താണ്. പണ്ഡിതന്മാര് പറയുന്ന ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ, യഖൂലൂന മസലൻ, വിവരമുള്ള ചില ആൾക്കാർ ഗീബത്ത് പറയുന്ന ഒരു കോലം, അൽഹംദുലില്ലാഹില്ലദീ ലം യബ്തലിനാ ബിദ്ദുഖൂലി അലാ സുൽത്താനി ലിതലബി ദുനിയ. ഒരാൾ വേറൊരു പണ്ഡിതനെ പറ്റി ഗീബത്ത് പറയാൻ തീരുമാനിച്ചു. അപ്പൊ അയാൾ ജനങ്ങളോട് പറഞ്ഞെന്തറിയോ? ഈ രാജാക്കന്മാരും മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അധികാരമുള്ള ആൾക്കാർ ഈ അധികാരമുള്ളിടത്തൊക്കെ പോയി അവരുമായി സംസാരിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മുസീബത്തിൽ അല്ലാഹ് നമ്മളെ പെടുത്തിയിട്ടില്ലല്ലോ, അൽഹംദുലില്ലാഹ് എന്നൊരു മുസ്ലിയാർ പറഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു പറയാണ്, അത് ഏറ്റവും മോശമായൊരു ഗീബത്താണ്. അതൊരു വേറൊരു പണ്ഡിതനെ പറ്റി പറഞ്ഞതാണ്. വേറൊരു പണ്ഡിതൻ അള്ളാന്റെ ദീനിനു വേണ്ടി ചിലപ്പോൾ രാജാവിനെ കാണുന്നുണ്ടാവും, മന്ത്രിനെ കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ടാകും. ആ പണ്ഡിതനെ മറ്റൊരു ഭാഷയിൽ ഗീബത്ത് പറഞ്ഞതാണ് ഈ പണ്ഡിതൻ, അത് ഏറ്റവും മോശമായ ഗീബത്താണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ഗസാലി ഇമാം തങ്ങൾ പറയാണ്, ഔ നഊദു ബില്ലാഹി മിൻ ഖില്ലത്തിൽ ഹയാഇ. ചിലപ്പോ പറയാ, നാണില്ലാത്ത പ്രവർത്തനത്തിൽ നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ച എന്താ? അള്ളാഹിനോട് കാവൽ ചോദിക്കലല്ല, വേറൊരുത്തൻ ചെയ്ത പണി ശരിയില്ല എന്ന് വ്യക്തി തീർക്കലാണ്. ഇതുപോലെ ഇമാം ഗസാലി റഹിമഹുല്ലാ പറയാണ്, മാ അഹ്സന അഹ്വാല ഫുലാനിൻ ലൗലാ അന്നഹു ബുലിയ ബിമിസ്ലി മാ ബുലിയ ബിഹി അംസാലുനാ. ദുനിയാവ് കാണുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കാത്ത നിലക്ക്
ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു പ്രശ്നം നമ്മക്കൊക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തിനും ഇല്ലെങ്കിൽ അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാലോ അപ്പറയുന്നതും മറ്റേയാളെ ഗീബത്ത് തന്നെയാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയണം എന്നില്ല. പിന്നെയും ബഹുമാനപ്പെട്ടവര് പറയാണ്, അതുപോലെ ചിലപ്പോ പറയും അല്ലാഹു തആല നമ്മൾ അതിലൊന്നും പെടുത്താതിരിക്കട്ടെ എന്നൊരൊറ്റ ദുആ, ഫനസ്അലുല്ലാഹ തആല അൻ യുആഫിയനാ എന്നൊരൊറ്റ ദുആ. വഗർദുഹും, ആ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം ബിദാരിക്കൽ ഗൈബത്തു, അതുകൊണ്ട് മറ്റൊരു മനുഷ്യനെ കുറ്റിപ്പറയലാണ്, മറ്റൊരു മനുഷ്യനെ കുറ്റം പറയലാണ്. ഫയജ്മഊന ബൈനൽ ഗൈബത്തി വറിയാഇ വഇൽഹാരി തസബ്ബുഹി അഹ്ലി സ്വലാഹി ഫിൽ അദരി മിനൽ ഗൈബത്തി വറിയാ. അതിൽ ഗീബത്തിന്റെ കുറ്റത്തിന്റെ പുറമെ ഞാനൊരു നല്ലവനാണെന്ന് വരുത്തി തീർക്കലും, ഞാനൊരു നല്ലവരോട് കൂടെ ചേർന്ന് ജീവിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കലും, അങ്ങനെ അവന്റെ മനസ്സിൽ വേറെ ചില മോശമായ വിചാരങ്ങൾ കൂടി അതിന്റെ പിന്നിലുണ്ട്. വഹാദിഹി ഖബായിസ് യഖ്തറൂന ബിഹാ വഹും യظنون അന്നഹും തറക്കുൽ ഗൈബ. ഇത് പിശാചി അവരെ പറ്റിച്ചു കളയുന്ന വഞ്ചനയിൽ കുടുങ്ങിയിട്ട് പണ്ഡിതന്മാരെ നാവിലൂടെ വരുന്ന ഗീബത്തിന്റെ ചില ഭാഷകളാണ്. അവർ വിചാരിക്കുന്നത് അവർ ഗീബത്ത് പറഞ്ഞിട്ടില്ലെന്നാണ്, പക്ഷേ അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതുപോലെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഗീബത്ത് പറയുന്നവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കലും അതിന് ആവേശം നൽകലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കടുത്ത ഹറാമും തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗീബത്ത് പറയുന്ന സദസ്സിലിരിക്കുകയോ ഗീബത്ത് പറയുന്നവനുമായി കൂട്ടുകൂടുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ കാര്യം വളരെ വിശദീകരിച്ച് മഹാനവറുകൾ അവസാനം പറയുകയാണ്, ഓ മനുഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല ഹറമ മിനൽ മുസ്ലിമി ദമഹു വമാലഹു വഇർളഹു വഅൻ യുദന്ന ബിഹി വന്നസ്സൂ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തവും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ധനവും ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് തെറ്റായ ധാരണ വെക്കുന്നതും അല്ലാഹ് പ്രത്യേകം ഹറാമാക്കിയതാണ് കേട്ടോ. അതിന്റെ പുറമെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്ലിം അല്ലാത്ത മനുഷ്യരെയും ദ്രോഹിക്കാൻ പാടില്ല, ശല്യം ചെയ്യാൻ പാടില്ല, ഒരു ജീവിയെയും ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ലേ പരിശുദ്ധ ഇസ്ലാം വെറും 4 കാലിന്റെ മേലെ നടന്നു പോകുന്ന നായയെ കൽബ്, നായിന്റെ മകൻ നായയെ പോടാ എന്ന് പറഞ്ഞപ്പോ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിച്ചില്ലേ, മോനെ അങ്ങനെ പറയാൻ പാടില്ല, നായെപ്പോലും നായന്റെ മകനെ എന്ന് വിളിക്കാൻ പാടില്ല. ഇത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഈ സമയത്തുണർത്തി മഹാനവറുകൾ പറഞ്ഞു, ഗീബത്ത് ജീവിതത്തിൽ വന്നു പോകാതെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള മാർഗം എന്താണ്, അതിന്റെ ചികിത്സ എന്താണ്? ഒന്നാമതായി പറഞ്ഞു, ഓ മനുഷ്യ, ഗീബത്ത് പറയുന്നവന് അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ കടുത്ത ശിക്ഷയില്ലേ? മിഅ്റാജിന്റെ ദിവസം അവിടുന്ന് നേരിൽ കണ്ടതല്ലേ, കൈക്കും കാലിനുമൊക്കെ ചെമ്പിന്റെ നഖമുണ്ടായിട്ട് ആ ചെമ്പിന്റെ നഖം കൊണ്ട് മുഖവും നെഞ്ഞും ശരീരമൊട്ടാകെ പറിച്ചു കീറുന്ന മനുഷ്യന്മാരെ കണ്ടപ്പോ അത് ഗീബത്ത് പറയുന്ന ജനങ്ങളുടെ കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്ക് വിവരിച്ചു കൊടുത്തില്ലേ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആ ബോധമുള്ള മനുഷ്യനുണ്ടോ ഗീബത്തിന് പോകുന്നു? ഇതിന്റെ പുറമെ ഗീബത്ത് പറയുന്ന മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ ആരുടെ ഗീബത്താണോ അവൻ പറയുന്നത് അവന്റെ റിക്കാർഡിലേക്ക് നീങ്ങുകയാണ്. അതൊരു ചെറിയ നഷ്ടമല്ലല്ലോ. നമ്മളൊരാൾ ഗീബത്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏടിലേക്ക് എഴുതുന്നു, അവൻ ചെയ്ത തെറ്റുകൾ നമ്മുടെ ഏടിലേക്ക് നീക്കുന്നു. ഇത് ഗീബത്തിന്റെ ഏറ്റവും വലിയ ഫലം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു
ഒരാൾ നമ്മളെ പറ്റി ഗീബത്ത് പറഞ്ഞു എന്ന് കേട്ടാല് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും അയാളോട്. അതും ഉണ്ടാകാൻ പാടില്ല. നമ്മളെ മനസ്സിന്റെ ദോഷമാണ്. ഗീബത്ത് പറഞ്ഞു എന്ന് കേട്ടാല് നമുക്ക് അയാളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് വേർക്കണം. നമ്മളെ പറ്റി അയാൾ കുറ്റം പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് ചൂടാകുന്നുണ്ടോ? ചൂടാണ്ടിയില്ല. വ്യക്തിപരമായി നമ്മളെ പറഞ്ഞതിന് ചൂടാണ്ടിയില്ല. അള്ളാഹുവിന്റെ ദീനെതിരെ പറഞ്ഞാൽ അവിടെ മനുഷ്യന്റെ ഈമാൻ തിളക്കണം. നേരെ മറിച്ച് നമ്മളെ വ്യക്തിപരമായി പറഞ്ഞത് നമ്മൾ അല്പവും ചൂടാകേണ്ടതില്ല. നമ്മളത് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കണം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇവനെ ഒരാള് ചീത്ത പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഫുലാനും അത് ഇർതാബക, ഒരാൾ നിങ്ങളെ പറ്റി ഗീബത്ത് പറഞ്ഞിരിക്കുന്നു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട്. മൂപ്പര് വേഗം ഒരു കൊട്ട ഇങ്ങോട്ടെടുത്തു. അതിൽ കുറെ ഈത്തപ്പഴം കൊട്ടയിൽ ഇങ്ങോട്ട് നിറച്ചു. എന്നിട്ട് ആ ഗീബത്ത് പറഞ്ഞ മനുഷ്യർക്ക് കൊടുത്തയച്ചു. ഒരു കൊട്ട ഈത്തപ്പഴം ഗീബത്ത് പറഞ്ഞ മനുഷ്യർക്ക് കൊടുത്തയച്ചു. എന്നിട്ട് കൊടുത്തയച്ച ആളോട് പറഞ്ഞു, നിങ്ങൾ അയാളോട് പറയണം, ബലഗനി അന്നക ഹദൈത ഇലയ്യ ഹസനാതിക ഫഅറത്തു അൻ ഉകാഫിയക അലൈഹാ ഫയദ്റുനി ഫൈനി ലാ അഖ്ദിറു അൻ ഉകാഫിയക ബിഹാ അല തമാം. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് ഞാനറിയാതെ ഹദിയ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും തരണ്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഈത്തപ്പഴം കൊട്ടയിലാക്കി കൊടുത്തയച്ചതാണ്. കൂടുതൽ തരാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, കൂടുതൽ അങ്ങോട്ട് തരാനില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സദഖയും നിങ്ങളുടെ ദിക്റും നിങ്ങളുടെ തസ്ബീഹും നിങ്ങളുടെ സലാത്തും അതൊക്കെ എനിക്ക് കൊടുത്തയക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ പകരം എന്തെങ്കിലും ഞാൻ കൊടുത്തേക്കട്ടെ, അതുകൊണ്ട് കുറച്ച് ഈത്തപ്പഴം കൊട്ടയിലാക്കി കൊടുത്തയച്ചതാണ്. കൂടുതൽ തരാനില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. സഹോദരന്മാരെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഓ മനുഷ്യ, ബഖിൽത ബിദുനിയാക, ശരിക്ക് ഈമാനില്ലാത്ത മനുഷ്യ, ദുന്യാവ് കൊണ്ട് നീ ബഖിൽ കാണിച്ചു. നിന്നോട് പിരിവ് ചോദിച്ചപ്പോ പാവപ്പെട്ടവന് നീ കൊടുത്തില്ല. നിന്റെ സ്നേഹിതന്മാർക്ക് നിന്റെ സ്നേഹിതൻ, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ സ്നേഹിതൻ, നിന്റെ സ്വന്തം അനുജന് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കൊടുത്തില്ല. പെങ്ങക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കൊടുത്തില്ല. നിന്റെ ഉമ്മാന്റെ അനുജത്തിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. നിന്റെ അമ്മാവന് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. നിന്റെ കുടുംബത്തിൽപ്പെട്ട പലർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് നീ ബുഖ്ൽ കാണിച്ചു. നിന്റെ അയൽവാസിക്ക് സദഖ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ബുഖ്ൽ കാണിച്ചു. നിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ബുഖ്ൽ കാണിച്ചു. നിന്റെ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നീ സ്നേഹിക്കുന്ന പലർക്കും നീ നിന്റെ ദുന്യാവ് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ബുഖ്ൽ കാണിച്ച മനുഷ്യനല്ലേ നീ. പക്ഷേ നിനക്ക് കടുത്ത ശത്രുതയുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. ആ ശത്രുതയുള്ളവർക്ക് നിന്റെ ആഖിറം നീ കൊടുത്തില്ലേ. നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും നിന്റെ സ്നേഹിതന്മാർക്കും അടുത്തവർക്കും നീ പണം കൊടുക്കാൻ പറയുമ്പോ നിനക്ക് ബുഖലാണ്. അതേ, പൊന്ന് കൊടുക്കാൻ പറയുമ്പോ ബുഖലാണ്. സ്വത്ത് കൊടുക്കാൻ പറയുമ്പോ ബുഖലാണ്. പിന്നെ നീ നന്നായി കൊടുത്തതെന്താണ്? നിന്റെ ആഖിറം നീ നിന്റെ ശത്രുക്കൾക്ക് കൊടുത്തു. നീ വെറുക്കുന്ന ജനങ്ങളുടെ കുറ്റം പറയുന്നതിലൂടെ നിന്റെ ആഖിറം നീ ശത്രുക്കൾക്ക് കൊടുത്തു. ഒരിക്കലും തന്നെ ശത്രുക്കൾക്ക് അവനവന്റെ ആഹാരം വിതരണം ചെയ്യുന്ന വ്യക്തികളായി, ബുദ്ധിയില്ലാത്ത സമീപനം നടത്തുന്നവരായി നമ്മൾ അതപ്പതിച്ചു പോകരുതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, ഫലാ അൻത ഫീമാ ബഖിൽത ബിഹി മഅ്ദൂർ വലാ അൻത ഫീമാ സഖൗത ബിഹി മഹ്മൂദ്. നീ കൊടുക്കേണ്ടവർക്ക് താഴ്ന്ന ദുന്യാവ് കൊടുക്കാൻ മടി കാണിച്ച ബുഖ്ല് അത് മോശമായി പോയി. അതേ സമയത്ത് നീ കൊടുത്തതോ നീ ഏറ്റവും ആവശ്യം വരുന്ന ആഖിറത്തിന്റെ അമല് നിന്റെ കഠിന ശത്രുക്കൾക്ക് കൊടുത്ത നീ കൊടുത്തികൊണ്ട് പരാജയപ്പെട്ടു. നിനക്ക് ഏറ്റവും ആവശ്യമുള്ള ആഖിറത്തിലേക്കുള്ള അമല് നീ കൊടുത്തു. അത് തന്നെ നീ വെറുക്കുന്നവർക്ക് കൊടുത്തു. അതേസമയം നീ ഇഷ്ടപ്പെട്ടവർക്ക് താഴ്ന്ന ദുന്യാവ് കൊടുക്കാൻ നീ വല്ലാത്ത ബുഖ്ല് കാണിക്കുകയും ചെയ്തു. നിന്നെ പോലെ ബുദ്ധിയില്ലാത്തവനാരടോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിജയം കൈവരിക്കണമെന്നുദ്ദേശിക്കുന്നവർ
എത്ര എതിർപ്പുണ്ടെങ്കിലും. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒരുപാട് മഹാന്മാരെ കൊന്നവനാണ്. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കുറ്റങ്ങൾ പറഞ്ഞു ഒരു മഹാന്റെ മുന്നിൽ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസഫ് ചെയ്ത തെറ്റായിട്ടുണ്ടാവും, പക്ഷേ അയാളെ പറ്റി ഇങ്ങനെ ദൈവത്ത് പറഞ്ഞ വകയിൽ നിങ്ങൾക്കും ഉണ്ടാവും കുറ്റം. കാരണം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊരുത്തന്റെ കുറ്റം പറയൽ എന്ന് മാത്രം ഈ സമയത്ത് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.